ഇത്രയധികം സംഭവങ്ങളൊക്കെ നമ്മുടെ ഒരു ചെറിയൊരു ചിപ്പിനകത്ത് കുത്തി നിറച്ച നമ്മുടെ എഞ്ചിനീയർമാർക്കൊക്കെ വലിയൊരു സല്യൂട്ട് നമ്മൾ കൊടുത്തേ മതിയാകും അല്ലേ? ലോകത്തെ ഇത്രയധികം സ്വാധീനിച്ചിട്ടുള്ള ഒരു ടെക്നോളജി ഉണ്ടോ എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. എന്തെല്ലാം കാര്യങ്ങളാണ് നമുക്കിപ്പോൾ ഈ IC ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ടുകളുടെ കണ്ടുപിടുത്തം വഴി നമുക്ക് വന്നിരിക്കുന്നത്. എല്ലാ കാര്യങ്ങളും നമ്മളുടെ കൈപ്പിടിയിൽ ഒതുങ്ങുന്ന കാലഘട്ടത്തിലെത്തി. ഇപ്പോൾ എന്താ പറയുക, വളരെ വളരെ വലിയ കമ്പ്യൂട്ടറുകൾ 2-3 റൂമിൻ്റെ സൈസിലൊക്കെ ഉള്ള കമ്പ്യൂട്ടറുകളാണ് ആദ്യം ഉണ്ടായിരുന്നതെങ്കിൽ ഇന്നിപ്പോൾ ഈ ഒരു പ്രൊസസ്സറിനകത്ത് ആ കമ്പ്യൂട്ടർ അത്രയും വലിയ കാര്യങ്ങളെ കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു പ്രൊസസ്സറിനകത്തൊക്കെ അവർ മാനേജ് ചെയ്ത് കൊണ്ടുവന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിത് നോക്കാൻ പോകുന്നത് ഈ പ്രൊസസ്സറിനകത്ത് എന്താണ് ഇത്രയ്ക്ക് ഉള്ളത് എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ നമ്മളിങ്ങനെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പല ബില്യൺ കണക്കിനുള്ള ട്രാൻസിസ്റ്ററുകളാണ് ഈ പ്രൊസസ്സറിനകത്ത് വരുന്നത്. ഓരോ പ്രൊസസ്സറിനകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്രയധികം ട്രാൻസിസ്റ്ററുകൾ വരുന്നുണ്ട്. പിന്നെ കോറുകൾ, ത്രെഡുകൾ, പിന്നെ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിനകത്ത് നോക്കാനുണ്ട്. പക്ഷേ അതൊന്നും നമ്മളിന്ന് ഈ വീഡിയോയിൽ നോക്കുന്നില്ല. നമ്മൾ ജസ്റ്റ് ഇതിനെ ഒന്ന് പൊട്ടിച്ച് ഒന്ന് തുറന്ന് നോക്കുകയാണ് നമ്മൾ ഇതിനകത്ത് എന്താണ് എന്നുള്ളതെന്ന് അറിയാനായിട്ട്. കമ്പ്യൂട്ടറിൻ്റെ പ്രൊസസ്സറുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ മെയിനായിട്ട് ഒരുപാട് കമ്പനികൾ ഉണ്ടെങ്കിൽ പോലും മെയിനായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന 2 ടൈപ്പ് പ്രൊസസ്സറാണ് AMDയുടെയും ഇൻ്റലിൻ്റെയും പ്രൊസസ്സർ എന്ന് പറയുന്നത്. ഇത് AMD പ്രൊസസ്സറാണ്, ഇതൊരു ഇൻ്റൽ പ്രൊസസ്സറാണ്. എൻ്റെ കയ്യിലിരിക്കുന്ന ഈ പ്രൊസസ്സർ എന്ന് പറയുന്നത് ഇൻ്റലിൻ്റെ i3 പ്രൊസസ്സറാണ്. ഇതിനെ നമുക്കൊന്ന് പൊളിച്ച് നോക്കാം ഇതിനകത്ത് എന്താണ് സംഭവം ഉള്ളത് എന്നൊക്കെ. പൊളിക്കാനൊക്കെ ഇതുപോലെ കത്തിയൊന്നും എടുത്ത് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നടക്കുന്ന കാര്യമൊന്നുമല്ല കേട്ടോ, വളരെ പാടുള്ള കാര്യമാണ്. ആ സമയം കൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ് ടു ഡേറ്റ് ആയിട്ട് കാണാം. അങ്ങനെ കുറച്ച് നേരത്തെ മൽപ്പിടുത്തത്തിന് ശേഷം നമ്മൾ പ്രൊസസ്സറിനെ ഇങ്ങനെ ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. നമ്മുടെ മോൾ ഭാഗത്ത് നമ്മൾ കാണുന്ന പ്രൊസസ്സറിൻ്റെ ഡീറ്റെയിൽസൊക്കെ എഴുതിയിരിക്കുന്ന ആ ഒരു പ്ലേറ്റ് എന്ന് പറയുന്നത് ഒരു അല്പം വെയിറ്റുള്ള, ഇതിൽ ആകെ വെയിറ്റുള്ളത് അത് തന്നെയാണ്, ഹീറ്റ് സിങ്ക് ആണ്. ഹീറ്റ് സിങ്കിൻ്റെ അടി സൈഡിൽ നമ്മുടെ മെയിൻ ചിപ്പ് എന്ന് പറയുന്നത് ഇത്രേ ഉള്ളൂ കേട്ടോ. സംഭവം യഥാർത്ഥത്തിൽ ഇത്ര മാത്രമേ ഉള്ളൂ അതിൻ്റെ അകത്തുള്ള മെയിൻ തല എന്ന് പറയുന്ന ഐറ്റം. അതിനൊരുപാട് ഹീറ്റ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ തെർമൽ പേസ്റ്റൊക്കെ വെച്ചിട്ട് ഈ ഒരു ഹീറ്റ് സിങ്ക് നമുക്ക് ഇതിനകത്ത് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഈ ഒരു ചെറിയൊരു ചിപ്പിനകത്താണ് ഒരു എത്രയോ ബില്യൺ കണക്കിന്, ഓരോ പ്രൊസസ്സറിനും ഓരോ കണക്കാണ്. പക്ഷേ അത് വളരെ വളരെ വലുതാണ്. നമുക്ക് ചിന്തിക്കാവുന്നതിലും അപ്പുറത്തുള്ള ഒരു കണക്കിലാണ് ഇതിനകത്ത് ട്രാൻസിസ്റ്റേഴ്സ് ഇരിക്കുന്നത്, ഇതിനകത്ത് ട്രാൻസിസ്റ്റേഴ്സ് വരുന്നത് എന്നുള്ളതാണ്. നമ്മളിതിനെ പൊട്ടിച്ചൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇത് വെറും ഒരു ഗ്ലാസിൻ്റെ പോർഷൻ മാത്രമേ നമുക്ക് കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. നമ്മുടെ കണ്ണുകൾ കൊണ്ടൊന്നും കാണാൻ പറ്റുന്ന ഒരു സംഭവമൊന്നുമല്ല ഈ പ്രൊസസ്സറിനകത്ത് വരുന്ന ഈ ഒരു സംഭവം എന്ന് പറയുന്നത്. ഓരോ ജനറേഷൻ പ്രൊസസ്സറുകൾക്കും അതിൻ്റെ അകത്ത് വരുന്ന ട്രാൻസിസ്റ്ററുകളുടെ എണ്ണത്തിൽ വളരെ 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 വ്യത്യാസങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വരാം. 1 ബില്യന് പുറത്ത് എന്തായാലും വരുന്നുണ്ട് എന്നുള്ളതാണ്. പുതിയൊരു പ്രൊസസ്സറൊക്കെ നിങ്ങളെടുത്ത് നോക്കുകയാണെങ്കിൽ 4 ബില്യന് പുറത്തൊക്കെയാണ് അതിൻ്റെ അകത്ത് വരുന്ന ട്രാൻസിസ്റ്ററുകളുടെ എണ്ണം എന്ന് പറയുന്നത്. അതിൻ്റെ അകത്ത് തന്നെ കോറ്, എന്തെല്ലാം കാര്യങ്ങളാണ് ഇതിനകത്ത് അല്ലേ, കോറുകൾ, ത്രെഡുകൾ, അങ്ങനെ എന്തൊക്കെ ടെക്നോളജി, വളരെ 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 നമുക്കൊക്കെ ചിന്തിക്കാൻ പറ്റുന്നതിലപ്പുറത്തുള്ള ടെക്നോളജിയാണ് ഇതിനകത്ത് ഉള്ളത് എന്നുള്ളതാണ്. ഇത്രയുള്ള നമ്മുടെ പ്രൊസസ്സർ എന്ന് പറയുന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, ഇത്രയും ഈ ഒരു ഫംഗ്ഷനൊക്കെ വർക്ക് ചെയ്യുന്ന ഒരു പ്രൊസസ്സറിൻ്റെ അകത്തിരിക്കുന്ന സംഭവങ്ങളെല്ലാം നമ്മൾ പുറത്തെടുത്ത് വെച്ചിട്ടാണ് ഒരു സംഭവം സെറ്റ് ചെയ്യുന്നത് എങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു ട്രെയിനിൻ്റെ അത്രയും വലിപ്പത്തിനുള്ള സംഭവങ്ങളൊക്കെ ഇന്നത്തെ ടെക്നോളജി അനുസരിച്ചിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് അത്രയും വലിപ്പം തന്നെ തീർച്ചയായിട്ടും നമ്മുടെ ഓരോ ടെക്നോളജിക്കും ഓരോ കമ്പ്യൂട്ടറിനും സൈസ് വന്നേനെ എന്നുള്ളതാണ്. പ്രൊസസ്സറുകൾ മാത്രമല്ല, നമ്മൾ കാണുന്ന ഓരോ ICകളും ഇതുപോലുള്ള വലിയ വലിയ ടെക്നോളജികൾ സിമ്പിളായിട്ട് വളരെ ചെറിയൊരു ചിപ്പിനകത്ത് ഒതുക്കിക്കൊണ്ടുള്ള ടെക്നോളജികളാണ്. അത്ര വലിയ ടെക്നോളജികളാണ് നമ്മൾ ഇന്ന് സിമ്പിളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ മാനുഫാക്ചറിങ്ങിൻ്റെ ഇൻ്റലിൻ്റെ ഒരു വീഡിയോ ഉണ്ട്, അതിൻ്റെ ഒരു ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പോൾ നിങ്ങൾ കാണുമ്പോൾ അതിൻ്റെ ഒരു ഇത് മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ ഇനി അങ്ങോട്ടുള്ള ടെക്നോളജികൾ എങ്ങനെ ഉണ്ടാകും എന്നുള്ളത് നിങ്ങൾക്ക് തോന്നുന്നത് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടത്തിൽ സബ്സ്ക്രൈബ് ചെയ്താൽ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യാൻ നിങ്ങൾ തീർച്ചയായിട്ടും മറക്കാതിരിക്കുക.